ഓം തദ്വിദ്വി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിനഃ. ഈ ശ്ലോകം ശ്രദ്ധാപൂർവം ചൊല്ലേണ്ടി വരും. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേക്ഷ്യന്തി. ശ്രദ്ധിക്കണം, അവിടെ വരണം. തേ ജ്ഞാനം. അടുത്തത് ജ്ഞാനിന തത്വദർശിന. ഇത് പലർക്കും തെറ്റാൻ സാധ്യതയുള്ള ഒരു വരിയാണ്, ശ്രദ്ധിച്ചു ചൊല്ലാൻ. അതിന്റെ അർത്ഥം പ്രണിപാതേന എന്ന് പറഞ്ഞാൽ നമസ്കരിച്ചുകൊണ്ടും, പരിപ്രശ്നേന ചോദ്യം ചോദിച്ചുകൊണ്ടും, സേവയ സേവനം ചെയ്തുകൊണ്ടും, തദ്വിദ്ധി ജ്ഞാനം നേടുക. തത്വദർശിന ജ്ഞാനിന തത്വദർശികളായിട്ടുള്ള ജ്ഞാനികൾ തേ ജ്ഞാനം ഉപദേക്ഷ്യന്തി നിനക്ക് ജ്ഞാനത്തെ ഉപദേശിച്ചു തരും. ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഞാൻ ഇനി ഇതിന്റെ ഗീതാമാധുര്യം പറയാം. ഗീതാമാധുര്യത്തിലേക്ക് വന്നാൽ ഈ ഒരു ശ്ലോകം നമുക്ക് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. എങ്ങനെയാണ് ഒരു വ്യക്തി, ഞാനായാലും നിങ്ങളായാലും ആരായാലും, ജ്ഞാനം നേടേണ്ടത്? അതെങ്ങനെയാണെന്നാണ് ഭഗവാൻ പറയുന്നതെന്ന് ചോദിച്ചാൽ, അത് ഗുരുമുഖത്ത് നിന്ന് വേണം ജ്ഞാനം ഗ്രഹിക്കാൻ എന്നാണ്. വെറും പുസ്തകത്തിൽ നിന്ന് മാത്രം പഠിച്ചുകൊണ്ട് നമുക്കൊരു ജ്ഞാനത്തെ വിവക്ഷിക്കാൻ കഴിയില്ല. ഭഗവാൻ പറഞ്ഞാണ്, ഞാൻ പറഞ്ഞതല്ല. ഒരു ഗുരുമുഖത്ത് നിന്ന് വേണം അത് ആർജിക്കാൻ. ഗുരു ആരാകണം അത് നമ്മൾ തീരുമാനിക്കണം. നമ്മളാണ് അതിന്റെ തീരുമാനം എടുക്കുന്നത്. ആരായിരിക്കണം നമ്മുടെ ഗുരു? പക്ഷേ ഗുരുമുഖത്ത് നിന്നേ അറിവ് സമ്പാദിക്കാം. എങ്ങനെ വേണം അറിവ് സമ്പാദിക്കാൻ? ഒരു ശിഷ്യൻ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭഗവാൻ പറഞ്ഞതാണ്, ഗുരുവിനെ തെരഞ്ഞെടുക്കുന്നത് ശ്രദ്ധിക്കണം. ചില ശിഷ്യന്മാർക്ക് ഗുരുവിനെ തെരഞ്ഞെടുക്കേണ്ട കാര്യമില്ല. ആകസ്മികമായി നമ്മൾ വന്നു ചേരും. ഭഗവാന്റെ ഇച്ഛക്കനുസരിച്ചാണ് ഗുരുക്കന്മാർ വന്നു ചേരുക. ചില ആളുകൾക്ക് തെരഞ്ഞെടുക്കേണ്ടതായിട്ടും വരാം. രണ്ടാമത്തെ കാര്യം, ഗുരുവിനെ തേടി ശിഷ്യൻ ചെല്ലണമെന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്. അത് നമ്മൾ തേടിയെത്തും. അതാണ് നമ്മൾ പരസ്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഗുരുവിനെ തെരഞ്ഞെടുക്കുന്നത് അപകടമാണ്. ഗുരുവിനെ തേടി വരൂ, ഇവിടെയുണ്ട് ഗുരു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പരസ്യങ്ങളൊക്കെ കാണാലോ നമുക്ക്. ആ ഗുരുവിനെ പോയി തെരഞ്ഞെടുക്കണ്ട, അത് അപകടമായിരിക്കും. പിന്നെയോ, ത്യാഗത്തിന്റെ മൂർത്തിമത് ഭാവമായിരിക്കണം ഗുരുവിന്. ത്യാഗം, കൃത്യനിഷ്ഠ, ഇതൊക്കെ പാലിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള ഒരാളെ നമ്മൾ ഗുരുവായിട്ട് തെരഞ്ഞെടുക്കണം. പിന്നെ നമ്മുടെ നാട്ടിലൊരു സംശയമുണ്ട്, ഒരു പ്രത്യേക തരം വസ്ത്രം ധരിച്ചവരെ ഗുരുവായിട്ട് തെരഞ്ഞെടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരു നിയമം നമ്മുടെ ഗ്രന്ഥങ്ങളിലൊന്നുമില്ല. കാവ്യ വസ്ത്രം ധരിച്ചവര് മാത്രം ഗുരു, വെള്ള വസ്ത്രം ധരിച്ചവര് മാത്രം ഗുരു എന്നൊന്നുമില്ല. ഗുരുക്കന്മാരായിട്ട് നമുക്ക് അറിവുള്ളവരെ തെരഞ്ഞെടുക്കണം. അത് ടീഷർട്ട് ഇട്ടാലും കുഴപ്പമില്ല, പാന്റ് ഷർട്ട് ഇട്ടാലും കുഴപ്പമില്ല. നമുക്കറിയാം, അഘോരികളൊക്കെ നോക്കിയാൽ ഒരു വസ്ത്രം ധരിക്കാത്തവരാണ് അവരും ഗുരുക്കന്മാരാണ്. അതുകൊണ്ട് നമ്മൾ പുറംമൂടി നോക്കിയിട്ടല്ല ഗുരുവിനെ തെരഞ്ഞെടുക്കേണ്ടത്. വ്യത്യസ്ത നിറത്തിലുള്ള വസ്ത്രം ധരിച്ചത് കൊണ്ട് മാത്രം ഒരാൾ ഒരു ഗുരുവും ആകുന്നില്ല, ഉറച്ചു വെക്കണം. ഗീതോപദേശം നൽകുന്ന ജഗദ്ഗുരുവായ ശ്രീകൃഷ്ണൻ ഗൃഹസ്ഥാശ്രമിയായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കണം. ജീവിതം നയിക്കുന്ന ശ്രീകൃഷ്ണനെയാണ് ഗൃഹസ്ഥാശ്രമിയായ അർജുനൻ ഗുരുവായിട്ട് സ്വീകരിച്ചത്. നമുക്കറിയാം എന്താ കാരണം? ഭഗവാനിൽ ഗുരുവാകാനുള്ള മൂല്യമുണ്ട് എന്ന് അർജുനന് ബോധ്യപ്പെട്ടത് കൊണ്ട്. അതുകൊണ്ടാണ് തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഒരു ഗുരുവിനെ കണ്ടെത്തിയാൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ നമ്മൾ ദണ്ഡ നമസ്കാരം ചെയ്യണം.
ദണ്ഡനമസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശാരീരികമായി നിലത്ത് കിടക്കുക എന്നതിലും ഉപരി തന്റെ മനസ്സിനെയും ബുദ്ധിയെയും അഹങ്കാരത്തെയും ഞാൻ ഗുരുവിൽ സമർപ്പിക്കുകയാണ് എന്നുള്ള ബോധം ഉണ്ടാക്കലാണ്. ഇതാണ് വേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ വിനയം എന്ന ഭാവം ശിഷ്യനിൽ വന്നു ചേരും. വിത്ത് വിതയ്ക്കാൻ പാകത്തിൽ ഒരു വയൽ ഒരുക്കുന്നത് പോലെ തന്റെ മനോബുദ്ധി തലങ്ങളെ നിർമ്മലമാക്കി ഗുരുവിന്റെ ഉപദേശ ബീജങ്ങളെ സ്വീകരിക്കാൻ പാകത്തിൽ ശിഷ്യൻ വർത്തിക്കണം. മാത്രമല്ല, എന്താ ഒരു ശിഷ്യന്റെ ഏറ്റവും വലിയ ഗുണം എന്നറിയോ? സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ ചോദിക്കണം എന്നുള്ളതാണ്. സംശയ നിവാരണം ചെയ്യണം. താൻ നൽകുന്ന ഉപദേശങ്ങൾ ശിഷ്യൻ ശരിക്കും ഗ്രഹിക്കുന്നുണ്ടോ എന്ന് ഗുരു മനസ്സിലാക്കുന്നത് ശിഷ്യന്റെ ചോദ്യങ്ങളിൽ നിന്നാണ്. പരിപ്രശ്നേന. ഭാരതീയ വിജ്ഞാനം വികാസം പ്രാപിച്ചത് ഗുരു ശിഷ്യന്മാരുടെ ചോദ്യോത്തര പദ്ധതികളിലൂടെയാണ് നമുക്ക് അറിഞ്ഞൂടെ. ഗീത പോലും എന്താ? അർജുനന്റെ ചോദ്യങ്ങൾക്ക് ഭഗവാന്റെ ഉത്തരല്ലേ? അപ്പൊ മതാനുയായികൾക്ക് പ്രവാചകനെ ചോദ്യം ചെയ്യാൻ പാടില്ല. എന്നാൽ ഭാരതീയ സംസ്കാരത്തിൽ, നമ്മുടെ ഈ പവിത്രമായ സംസ്കാരത്തിൽ ഗുരുവിനോട് സംശയം ഉണ്ടാകുമ്പോ എപ്പോ വേണമെങ്കിലും ചോദിക്കാം. ഗുരുവിന്റെ ആശയത്തെ വിനയഭാവത്തിൽ നമുക്ക് ചോദ്യം ചെയ്യാം, ഗുരുവുമായിട്ട് തർക്കിക്കാം, ചർച്ച ചെയ്യാം. ഇതൊക്കെ വിദ്യാസമ്പാദനത്തിനുള്ള ഭാരതീയന്റെ മാർഗമായിട്ടേ കാണാവൂ. തല്ലൂടാനും ഉപദ്രവിക്കാനും അല്ല. പിന്നെയോ ഗുരുവിനെ സേവിക്കണം, ശാരീരികമായി ശുശ്രൂഷിക്കണം, പൂക്കളും പഴങ്ങളും നൽകി അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തണം. ഗുരു നൽകുന്ന ഉപദേശം ശ്രദ്ധയോടെ ശ്രവിച്ച് അതിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. സേവ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന അത് മാത്രം. ഓർത്ത് പഠിപ്പിച്ചു തരുന്നത് ഓർത്ത് ചൊല്ലി കയ്യടി വാങ്ങിക്കലല്ല പ്രധാനം, തത്വങ്ങളെ മനസ്സിനുള്ളിലേക്ക് ആവാഹിക്കലാണ് പ്രധാനം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഗുരുവിനെ തെരഞ്ഞെടുക്കുക. ഗുരുവിനെ തെരഞ്ഞെടുക്കുമ്പോൾ അത് ഉജ്ജ്വലമായിരിക്കണം. അതിനനുസരിച്ച് നമുക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള ഗുരുക്കന്മാരെ തിരഞ്ഞെടുക്കണം. ഈ ശ്ലോകം നമുക്ക് നൽകുന്ന സന്ദേശവും അതാ. ഇത് ഭഗവാൻ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. കൃത്യമായിട്ട് തിരഞ്ഞെടുക്കുക. നമസ്കാരം. ഗീതൈവ പരമോധർമ്മ.